ദുബായിൽ ഒരു 6 മണിക്കൂർ ട്രാൻസിറ്റ് സമയം കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, കയ്യിലെ മെട്രോ കാർഡ് പൊടി തട്ടിയെടുത്ത് ഏറ്റവും അടുത്ത മെട്രോയും പിടിച്ച് നേരെ ദേറ സിറ്റി സെന്ററിലേക്ക് വിട്ടു. ഒറ്റ പ്രസവത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും 3 കുട്ടികൾ ഉണ്ടായ അവർക്ക് ഇടാൻ പറ്റാവുന്ന വെറൈറ്റി പേര് ഞാൻ പറഞ്ഞുതരാം. ഡൈസോ, മിനിസോ, മംസോ. ബട്ട് ഇത് ആക്ച്വലി 3ഉം ദുബായിലത്തെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ കടകളുടെ പേരാണ്. ഞാൻ നേരെ പോയത് മംസോയിലേക്കാണ്. അവിടെ വന്നിട്ട് അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തിയപ്പോഴേക്കും കവർ ഓൾമോസ്റ്റ് നിറഞ്ഞു. പിന്നെ വിട്ടത് നമ്മളെപ്പോലുള്ളവരുടെ ക്യാരി ഫോറും കുറച്ച് സ്റ്റാൻഡേർഡ് ടീംസിന്റെ കാർ ഫോറും കറങ്ങാനായിട്ടാണ്. വീക്കെൻഡ് ഓഫർ ഒന്നും മിസ്സാക്കിയില്ല. എരിഞ്ഞ് പണ്ടാറടങ്ങാൻ ഈ സ്പൈസി നൂഡിൽസ് എടുത്തു. ഒപ്പം എന്റെ ചൈൽഡ്ഹുഡ് ക്രഷിനെയും സ്വന്തമാക്കി. സ്മാർട്ട് വാച്ച് ഒക്കെ വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു ഐറ്റം ആണിത്. ഇനി കുറച്ച് നാള് ഇവൻ മതി. ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് തെക്കും വടക്കും നോക്കി നിൽക്കുമ്പോഴാണ് ജിതിൻ ഭായിയുടെ കോള് വരുന്നത്. അവന്റെ പുതിയ കാറാട്ടോ. അതിലാണ് ഇന്നത്തെ ദുബായ് സവാരി. അങ്ങനെ കുറെ നേരം അവനോട് സംസാരിച്ച് ദുബായിയുടെ തെരുവീതികളിലൂടെ ഞങ്ങൾ തേരാപാര നടന്നു. ഇറ്റ് വാസ് ആൻ അമേസിംഗ് റൈഡ് മാൻ. ഒന്നും പറയാനില്ല. ഹാപ്പി ഗൈസ്. 2 ഇലയട 3 ഉണ്ട എന്റെ വൈഫിനാ. അങ്ങനെ 2 ചായയും കടിയും വാങ്ങി പുറത്ത് 35 ഡിഗ്രി ചൂടിനെ AC-യുടെ 20 ഡിഗ്രി തണുപ്പ് കൊണ്ട് തോൽപ്പിച്ച് 2 ചിയേഴ്സും അടിച്ച് ചായ കുടിച്ചപ്പോ കിട്ടുന്ന ഫീല് എന്റെ മോനെ വേറെ ലെവൽ. അപ്പൊ ജിതിൻ ബ്രോ, അപ്പൊ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ അവസാനം എല്ലാ തവണയും പറയുന്ന പോലെ അടുത്ത തവണ കാണാം എന്ന ഉറപ്പും കൊടുത്ത് അവനോട് യാത്രയും പറഞ്ഞ് ഇനി നേരെ എയർപോർട്ടിലേക്ക്.